ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചോറിന് തൊട്ടുകൂട്ടാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള തൊടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ചെറുനാരങ്ങയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നാരങ്ങയാണ്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് ചെയ്യണത്. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇപ്പം എന്താ നമ്മുടെ നാരങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തേക്കണത്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ മതിയാകും. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് വച്ചേക്കണത്. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. തീ ഓഫ് ചെയ്യാം. തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നാരങ്ങ തൈര്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. ചോറിൻ്റെ കൂടെ ഒരു തൊടുകറിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.